സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഗവൺമെൻറ് ഓഡിറ്റ് എന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ദ ഗവൺമെൻറ് ഓഡിറ്റ് ഈസ് അണ്ടർടേക്കൺ ഫോർ വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയുള്ള ഒരു ഓഡിറ്റാണ് ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. Auditor has to see that all the payment have been classified into capital and revenue. എന്താണ് അപ്പോൾ നമ്മുടെ ഓഡിറ്ററിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? ആ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന എല്ലാ പേയ്മെൻറ്റ്സിനെയും ക്യാപിറ്റൽ പേയ്മെൻ്റ് ആയിട്ടും അതേപോലെ തന്നെ റവന്യൂ പേയ്മെൻ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. പിന്നെന്താണ്, ആൻഡ് ഹാവ് ബീൻ മെയ്ഡ് ടു ദ റൈറ്റ് പേഴ്സൺ. അതേപോലെ തന്നെ ആ പേയ്മെൻറ്റ്സ് എല്ലാം റൈറ്റ് പേഴ്സൺ തന്നെയാണോ പേ ചെയ്തേക്കണേ കൂടി നോക്കണം. The government audit is not done by professional auditors but by the junior and senior auditor of the department. ഗവൺമെൻറ് ഓഡിറ്റ് നടത്തുന്നത് ഒരു പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് അല്ല, പകരം ആരാണ്? ജൂനിയർ ഓഡിറ്ററോ അല്ലെങ്കിൽ സീനിയർ ഓഡിറ്റർ ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ഓഡിറ്റേഴ്സ് ആയിരിക്കും ആ ഒരു ഗവൺമെൻറ് ഓഡിറ്റ് നടത്തുക. They work according to the departmental rules and instructions. അവർ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാ ഓഡിറ്റേഴ്സ് ഫോളോ ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരില്ല. പകരം അവർ എന്താണ് അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്? ദേ മസ്റ്റ് വർക്ക് അക്കോർഡിംഗ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റൽ റൂൾസ്. ഡിപ്പാർട്ട്മെൻറ്റൽ റൂൾസും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും അനുസരിച്ചായിരിക്കണം അവർ വർക്ക് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ഓഡിറ്റ്. എന്തൊക്കെയാണ് ഗവൺമെൻറ് ഓഡിറ്റിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് ആണ്, ടു സീ ദാറ്റ് വെദർ ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ഫണ്ട് ഫോർ ദ എക്സ്പെൻഡിച്ചർ. നമ്മുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഫണ്ട് റെഡി ആണോ, ആ പ്രൊവിഷൻ ഓഫ് ഫണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ്. രണ്ടാമത്തെ, ടു മേക്ക് ഷുവർ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഇസ് ഇൻക്യൂർഡ് ഔട്ട് ഓഫ് ദ ഫണ്ട് സാങ്ഷൻ ബൈ ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി. അതോറിറ്റി സാങ്ഷൻ ചെയ്തിരിക്കുന്ന ഫണ്ടിൽ നിന്ന് തന്നെയാണോ എക്സ്പെൻഡിച്ചർ നമ്മൾ അടയ്ക്കാൻ പോകുന്നതെന്ന് ചെക്ക് ചെയ്യുക. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത്, ടു സീ ദാറ്റ് ദ എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ പ്രോപ്പർലി സാങ്ഷൻ അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെയാണോ ഈ ഒരു എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. നാലാമത്തെയാണ്, ടു സീ വെദർ ദ എക്സ്പെൻഡിച്ചർ ഈസ് നോട്ട് മോർ ദാൻ ദ ഒക്കേഷണൽ ഡിമാൻഡ്. ഇപ്പോൾ നമുക്ക് നിലവിൽ വേണ്ട എമൗണ്ട് അതിന് കൂടുതലാണോ എക്സ്പെൻഡിച്ചർ നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്നും ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് ആണ്, ടു സീ ദാറ്റ് ദ സാങ്ഷൻ എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ ഇൻക്യൂർഡ് ബൈ എ കോമ്പറ്റൻറ്റ് ഓഫീസർ. അപ്പോൾ എന്താണ്, സാങ്ഷൻ ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ അത് കയ്യിലാക്കിയിരിക്കുന്നത് കോമ്പറ്റൻറ്റ് ഓഫീസർ തന്നെയാണോ നോക്കുക. ടു സീ ദാറ്റ് ദ പേയ്മെൻറ്റ് ഹാസ് ബീൻ പ്രോപ്പർലി ആൻഡ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അതിനടുത്തത്, നമ്മുടെ പേയ്മെൻറ്റ്സ് എല്ലാം പ്രോപ്പർലി കറക്റ്റായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ, ക്യാപിറ്റലായിട്ടും റവന്യൂ ആയിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ നോക്കുക. To ensure that the payment has been made to the right person and they are duly entered in the book of account. അതേപോലെ തന്നെ പേയ്മെൻറ്റ്സ് എല്ലാം റൈറ്റ് പേഴ്സൺ തന്നെ കൊടുത്തേക്ക് നോക്കുക. അതേപോലെ തന്നെ അതെല്ലാം ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. ടു വെരിഫൈ ദ എക്സിസ്റ്റൻസ് ആൻഡ് വാല്യൂഷൻ ഓഫ് ദ സ്റ്റോർ ആൻഡ് ദ സ്റ്റോക്ക്. നമ്മൾ കൃത്യമായിട്ട് സ്റ്റോറിലും അതേപോലെ സ്റ്റോക്ക് എല്ലാം കൃത്യമായിട്ട് അതിൻ്റെ എക്സിസ്റ്റൻസും വാല്യൂഷനും നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ്, ടു എൻഷുർ ദാറ്റ് എ പ്രോപ്പർ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് ഹാസ് ബിൻ അഡോപ്റ്റഡ്. ഒരു പ്രോപ്പർ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്ററെ എൻഷുർ ചെയ്തിരിക്കണം. ലാസ്റ്റ് വൺ ആണ്, ടു സീ ദാറ്റ് ദ എമൗണ്ട് ഓഫ് അലവൻസ് ലൈക്ക് ട്രാവലിംഗ് അലവൻസ് ഇസ് പെർമിസിബിൾ അക്കോർഡിംഗ് ടു ദ റൂൾ. അപ്പോൾ ഈ എമൗണ്ട് ലൈക്ക് അലവൻസ് ഉണ്ട്, ലൈക്ക് ട്രാവലിംഗ് അലവൻസ് ഒക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് പെർമിസിബിൾ ആണോ, നമ്മുടെ റൂൾ അനുസരിച്ച് പെർമിസിബിൾ ആണോ കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഗവൺമെൻറ് ഓഡിറ്റർ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ്, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് ഓഡിറ്റ്. നമുക്ക് ഗവൺമെൻറ് ഓഡിറ്റ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത്തത് ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. സോ ഫസ്റ്റ് വൺ ആണ് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. The government maintain a separate department in the name of accounts and audit departments. അപ്പോൾ എന്താണ്, ഗവൺമെൻറ് ഈ അക്കൗണ്ട്സിനും അതുപോലെ തന്നെ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെഡ് ചെയ്യുന്നത് കൺട്രോളറും അതേപോലെ തന്നെ ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും എന്ത് പെർഫോം ചെയ്യുക, നമ്മുടെ ഗവൺമെൻറ് പല ഓഫീസുകളുടെയും അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും ഓഡിറ്റ് പെർഫോം ചെയ്യുക. അപ്പോൾ ക്ലിയർ ആയാലും എന്താണെന്ന്. അപ്പോൾ ഗവൺമെൻറ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് പേരാണ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഹെഡ് ചെയ്യുന്ന കൺട്രോളറും അതേപോലെ ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇവരായിരിക്കും ബാക്കിയുള്ള ഗവൺമെൻറ് എല്ലാ ഓഫീസുകളും ഡിപ്പാർട്ട്മെൻറ്റും ഓഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. For the audit of statutory corporation,
In most of the cases, the controller and the auditor general is required to audit the book of accounts. അപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ കേസിലാണെങ്കിൽ അവരെ ഓഡിറ്റ് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ കൺട്രോളറോ അല്ലെങ്കിൽ ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും. പക്ഷേ ഇൻ സം കേസസ് ലൈക്ക് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ എക്സെട്ര, ദ അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ്. പക്ഷെ എന്താണ്, ചില കേസ് ലൈക്ക് LICയുടെ കേസിലോ SBI ബാങ്കിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അവിടെ ഈ ഒരു കൺട്രോളറോ ഓഡിറ്റർ ജനറൽ ആയിരിക്കില്ല ഓഡിറ്റ് ചെയ്യുക. പകരം അവിടെ ഓഡിറ്റ് ചെയ്യുന്ന ആരായിരിക്കും? പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും ഓഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒന്നാണ് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. According to the Company Act 2013, the auditor of a government company is to be appointed by the Company Law Board on the advice of the Comptroller and the Auditor General of India. നമ്മുടെ കമ്പനി ആക്ട് 2013 അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കമ്പനീസിൻ്റെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? കമ്പനി ലോ ബോർഡ് ആയിരിക്കും. ഓൺ ദ അഡ്വൈസ് ഓഫ് കൺട്രോളറിൻ്റെയും ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അഡ്വൈസ് അനുസരിച്ച് നമ്മുടെ കമ്പനി ലോ ബോർഡ് ആയിരിക്കും ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ദ ഓഡിറ്റർ ഓഫ് ദ കമ്പനി ഷാൽ സബ്മിറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഓഡിറ്റർ ആ ഒരു ഗവൺമെൻറ് കമ്പനി ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ കൺട്രോളറിനെയും ഓഡിറ്റർ ജനറലിനെയും കാണിക്കണം. അവരുടെ കോപ്പി നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ പ്രൊസീജിയർ ഓഫ് ഗവൺമെൻറ് ഓഡിറ്റ്. അപ്പം 50 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസുള്ളതാണ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രൊസീജിയർ ഓഫ് ഗവൺമെൻറ് ഓഡിറ്റ്. ഒബ്ജക്റ്റീവ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രൊസീജിയർ ഓഫ് ഗവൺമെൻറ് ഓഡിറ്റ്. പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് ഇതിനെ 3 ക്ലാസ് ചെയ്യാം. ഒന്നാമത്തെ ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെ ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്, മൂന്നാമത്തെ ഓഡിറ്റ് ഓഫ് സ്റ്റോർ ആൻഡ് സ്റ്റോക്ക്. ഫസ്റ്റ് നമുക്ക് ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഓഡിറ്റ് അഗെയിൻസ്റ്റ് റൂൾ ആൻഡ് ഓർഡേഴ്സ്. The Comptroller and the Auditor General shall examine whether the rules, regulation and orders dealing with the incurring, sanctioning and disbursement of the expenditure has been followed. അപ്പോൾ കൺട്രോളറും അതേപോലെ തന്നെ ഓഡിറ്റർ ജനറൽ എന്ത് എക്സാമിൻ ചെയ്തിരിക്കണം? ആ ഒരു എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്യുന്നതും ആ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ചെയ്യുന്നതും അതേപോലെ തന്നെ അത് പേയ്മെൻറ്റ് നടത്തും ഡിസ്പേഴ്സ് ചെയ്യുന്നതും എല്ലാം റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്ത് തന്നെയാണെന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഓഡിറ്റ് അഗെയിൻസ്റ്റ് റൂൾസ് ആൻഡ് ഓർഡർ. രണ്ടാമത്തെയാണ് ഓഡിറ്റ് ഓഫ് സാങ്ഷൻ. ദ ഫിനാൻഷ്യൽ പവർ ഓഫ് ദ സാങ്ഷനിങ് അതോറിറ്റി ഫോർ ഇൻക്വയറിംഗ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ചെക്ക്ഡ്. അതേപോലെ തന്നെ ആ ഒരു സാങ്ഷൻ ചെയ്തിട്ടില്ലേ, എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ചെയ്ത ഫിനാൻഷ്യൽ പവർ അത് എന്തോരുണ്ടെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ഓഡിറ്റ് അഗെയിൻസ്റ്റ് പ്രൊവിഷൻ ഓഫ് ഫണ്ട്. This ensures that the expenditure incurred is well within the amount provided for in the respect. എന്താണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്തിരിക്കുന്നത് അടച്ചിരിക്കുന്നത് അതിനു വേണ്ടി പ്രൊവൈഡ് ചെയ്ത എമൗണ്ടിൽ നിന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രോപ്പർട്ടി ഓഡിറ്റ്. In property audit of expenditure, the auditor sees that expenditure is incurred economically and for the കോമൺ ഗുഡ്. എക്സ്പെൻഡിച്ചർ ഇൻക്യൂർ ചെയ്ത് എക്കണോമിക്കലി തന്നെയാണോ ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ അത് നമ്മുടെ ഒരു കോമൺ ഗുഡിന് വേണ്ടി തന്നെയാണോ അതോ പേഴ്സണൽ ആയിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയാണോ അതോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി തന്നെയാണോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് പെർഫോമൻസ് ഓഡിറ്റ്. എന്താണത്? ദ പെർഫോമൻസ് ഓഫ് പ്രോജക്റ്റ്, ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻ ആർ ക്രിട്ടിക്കലി എക്സാമിൻ ഇൻ ദിസ് ഓഡിറ്റിംഗ് ആസ്പെക്ട്സ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ആക്ടിവിറ്റീസ്, ഓപ്പറേഷൻസ് ഇതെല്ലാം കൃത്യമായിട്ട് അവർ ചെക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇതെല്ലാമാണ് ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ആണ് ഇനി ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്സ്. ഫസ്റ്റ് പോയിന്റ് ആണ് വെദർ ഓൾ റവന്യൂ ഡ്യൂ ടു ദ ഗവൺമെൻറ് ആർ ഫെയർലി അസസ്ഡ്, കളക്റ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ടു റിലവൻറ്റ് അക്കൗണ്ട്സ്. ഗവൺമെൻറ്റിലേക്ക് വരുന്ന റവന്യൂ എല്ലാം കൃത്യമായിട്ട് അസസ് ചെയ്തിട്ടുണ്ടോ, ചെക്ക് ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ റിലവൻറ്റ് അക്കൗണ്ട്സിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് തന്നെ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ആണ് വെദർ അഡിക്വേറ്റ് regulations and procedure has been framed to secure an effective check on assessment, collection and proper allocation of receipt. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാനും കളക്ട് ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മൂന്നാമത്തെയാണ് വെദർ സച്ച് റെഗുലേഷൻ ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ആക്ച്വലി ബീങ് ക്യാരിഡ് ഔട്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന റെഗുലേഷൻസും പ്രൊസീജിയേഴ്സും കൃത്യമായിട്ട് തന്നെ നമ്മൾ നിലനിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടാണോ നമ്മൾ നോക്കുന്നത് എന്നും കൂടി നോക്കണം. ആകെ റെഗുലേഷൻസ് വെച്ചിട്ട് കാര്യമില്ല, അത് പ്രോപ്പറായിട്ട് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടോ കൂടി ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് ആണ് വെദർ ദർ ഇസ് എ ചെക്കിംഗ് സിസ്റ്റം ടു എൻഷുർ ദ പ്രോംപ്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഇറഗുലാരിറ്റീസ്.
അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് നമ്മുടെ എന്തെങ്കിലും ഇറഗുലാരിറ്റീസോ അല്ലെങ്കിൽ റവന്യൂ ലോസ് ഒക്കെ ഉണ്ടോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെക്കിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കാം. ലാസ്റ്റ് വൺ ആണ് വെദർ സിസ്റ്റം ഓഫ് ഇന്റേണൽ പ്രൊസീജിയർ ആർ അഡ്വക്കേറ്റ്. ഇന്റേണൽ പ്രൊസീജിയേഴ്സ് എല്ലാം കൃത്യമായിട്ടാണോ പോകുന്നതെന്നും സെക്യൂർ ആൻഡ് കറക്റ്റ് ഓർ വെദർ ദേ ആർ റിക്വയർ എനി ഇംപ്രൂവ്മെൻറ്റ്. അതല്ല നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇന്റേണൽ പ്രൊസീജിയേഴ്സിന് എന്താണ് എന്തെങ്കിലും കറക്ഷൻ വേണോ അതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വേണോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് ഓഡിറ്റ് ഓഫ് സ്റ്റോർ ആൻഡ് സ്റ്റോക്ക്. ഓഡിറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഹാസ് ബിൻ ഡെവലപ്ഡ് ആസ് എൻ പാർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്. അപ്പോൾ ഈ സ്റ്റോർ ആൻഡ് സ്റ്റോക്കിൻ്റെ ഓഡിറ്റ് എന്നത് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ഒരു പാർട്ടായി ഡെവലപ്പ് ചെയ്ത ഒന്നാണ്. This is conducted to ascertain whether the regulations governing purchase, receipt and issue, custody, sale and stock taking of the store are well devised and properly carried out. എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്റ്റോറും സ്റ്റോക്കും ഓഡിറ്റ് ചെയ്യുന്നത്? കൃത്യമായിട്ട് നമ്മുടെ പർച്ചേസിൻ്റെ കണക്കുകളും റെസീപ്റ്റും പിന്നെ എന്തോരം സെയിൽ നടത്തി ആ സ്റ്റോറിൽ എന്തോരം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി ആണോ നടത്തുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓഡിറ്റ് നടത്തുക. It intend to bring to the notice of the government any deficiencies in quantities of stores held or any defects in the system of control. അപ്പോൾ ഈ ഒരു ഓഡിറ്റിലൂടെ നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുകയാണ് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റീസിൽ, അതേപോലെ തന്നെ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടോ സിസ്റ്റം ഓഫ് കൺട്രോൾ എന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ് നടത്തുക. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഡിറ്റിൻ്റെ പ്രൊസീജിയർ മെയിനായിട്ട് 3 എണ്ണം ഉള്ളത്. ഫസ്റ്റ് വണ്ണ് ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തെ ഓഡിറ്റ് ഓഫ് റെസിപ്റ്റ്, മൂന്നാമത്തെ ഓഡിറ്റ് ഓഫ് സ്റ്റോർ ആൻഡ് സ്റ്റോക്ക്.